നമുക്ക് ആലപ്പുഴയിലേക്ക് പോവാം. കാരണം ആലപ്പുഴയിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ കുറുവാ സംഘത്തിന്റെ ഭീഷണി ഏറ്റവും ശക്തമായത്. ശരണ്യ സ്നേഹിതരുണ്ട്. ശരണ്യ, ആലപ്പുഴയിൽ കണ്ട അതേ സംഘം തന്നെയാണോ കൊച്ചിയിൽ എത്തിയത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അല്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ കൊച്ചിയിൽ വന്നത് ആരെ എന്ന ചോദ്യമുണ്ട്. എന്തായാലും ആലപ്പുഴയിലെ പോലീസ് സംഘം കൊച്ചിയിൽ വന്നിട്ടുണ്ട്, ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. എന്താണ് പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്ന സൂചന? ആലപ്പുഴയിലും കൊച്ചിയിലും മാത്രമല്ല, സംസ്ഥാനത്തിന്റെ മറ്റു മേഖലകളിലേക്കും ഈ മോഷ്ടാക്കളുടെ സംഘം കടന്നിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും സജിത്ത്, അങ്ങനെ ഒരു അനുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുണ്ടന്നൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ഈ സന്തോഷ് സെൽവം, അയാൾക്ക് മണ്ണഞ്ചേരിയിൽ വന്ന കേസുകളുമായി മാത്രം ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ ഒരു നിഗമനം. അതായത് മണ്ണഞ്ചേരിയിൽ വന്ന ആളുകളിൽ ഒരാൾ ഈ സന്തോഷ് സെൽവമായിരുന്നു. മണികണ്ഠൻ ഉണ്ടോ എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷെ ഈ സന്തോഷ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് അത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ചില തെളിവുകളും പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സൈത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആലപ്പുഴയിൽ മാത്രം എത്തിയ സംഘങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഈ കുറുവാ സംഘം എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തലും. 25-ലേറെ ആളുകൾ ഇതിനകത്ത് ഉണ്ടാകും, ഈ സംഘത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു കണക്കുകൂട്ടൽ പോലീസിന്റെ ഭാഗത്തുണ്ട്. കാരണം ആലപ്പുഴ ജില്ലയിൽ തന്നെ എത്തിയവരിൽ പല ആളുകളായി, പല ടീമുകളായി തിരിഞ്ഞാണ് ഇവർ മോഷണം നടത്തിയിട്ടുള്ളത്. നമുക്ക് ആ മോഷണത്തിന്റെ സ്വഭാവം തന്നെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകും. ഒരേ സമയങ്ങളിലായിരുന്നു ഓരോ ഇടങ്ങളിലും കയറിയത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇവർ മോഷണം നടത്തി പോവുകയും ചെയ്തിട്ടുള്ളത്. ഈ ആലപ്പുഴയിൽ തന്നെ, ആലപ്പുഴയിൽ മണ്ണഞ്ചേരിയിൽ 4 കയറി. അതിനുശേഷം അതേ സമയത്ത് തന്നെയാണ് കോമളപുരത്തും ഇവരുടെ സാന്നിധ്യം കാണുകയും ഈ മോഷണ ശ്രമം നടക്കുകയും ചെയ്തിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്ന് ഒരുപാട് മാറി ഹരിപ്പാട് കരിയിലക്കുളങ്ങരയിലും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുന്നപ്രയിലെത്തി, തൂക്കുകുളത്തെത്തി. അപ്പോൾ ഇത്രയും ഇടങ്ങളിൽ എത്തിയ ആളുകൾ പല ആളുകളാണ്, പല ടീമുകളാണ് എന്നുള്ളത് പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്നലെ കുണ്ടന്നൂരിൽ തിരച്ചിൽ നടത്തി ആളുകളെ കണ്ടെത്തി ഈ സന്തോഷിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇന്നലെ രാത്രി ആലപ്പുഴ വണ്ടാനം കേന്ദ്രീകരിച്ച് അമ്പലപ്പുഴ പോലീസിന്റെ നേതൃത്വത്തിൽ ഉള്ള നൈറ്റ് സ്ക്വാഡ് പരിശോധന നടത്തുകയായിരുന്നു. അതായത് ഇവർ ഇവിടെ തന്നെ പലയിടങ്ങളിലായി ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറവൂരിലടക്കം, അതായത് എറണാകുളത്ത് പറവൂരിലടക്കം എത്തിയ ആളുകൾ ഇതിൽ തന്നെ കുറച്ച് മുതിർന്ന അംഗങ്ങളാണ് എന്നുള്ള വിലയിരുത്തലുണ്ട്. കോട്ടയത്തും ഒപ്പം തന്നെ പുന്നപ്രയിലും എത്തിയ ആളുകൾ, തൂക്കുകുളത്തും എത്തിയ ആളുകൾ ഒരേ ആളുകളാണ്. അതായത് ഈ കുറുവാ സംഘത്തിലെ തന്നെ കുറച്ചുകൂടി മുതിർന്ന ആളുകളാണ്, പ്രായം ചെന്ന കുറച്ചു ആളുകളാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണഞ്ചേരിയിൽ എത്തിയ ആളുകളല്ല തൂക്കുകുളത്ത് എത്തിയത്. പക്ഷേ കോട്ടയത്തും തൂക്കുകുളത്തും എത്തിയ ആളുകൾ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു വിവരമാണ്, അതായത് ഇവർ സംഘടിക്കുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട്. ഈ ആളുകൾ ഒന്നിടവിട്ട ദിവസങ്ങൾ മോഷണത്തിന് ശേഷം ഒരുമിച്ച് കൂടാറുണ്ട്. ട്രെയിൻ മുഖാന്തരം ഇവർ സഞ്ചരിക്കാറുണ്ട്, ഒരുമിച്ച് കൂടുന്നു. അവിടെ മറ്റ് പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇവർ അത്തരത്തിൽ ഭയങ്കര കടുത്ത വിശ്വാസികളായ ആളുകൾ കൂടിയാണ് ഈ മോഷ്ടാക്കൾ. അത്തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്തതിനു ശേഷം പിന്നീട് ഇവർ സംഘമായി പല സംഘങ്ങളായി പിരിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഒരു മോഷണം. നമ്മൾ ഇവരുടെ ഒരു മോഷണത്തിന്റെ ഒരു രീതി പരിശോധിക്കുകയാണെങ്കിൽ ഒരു സീസണലായാണ് ഇവർ വന്നു പോകുന്നത്. ഒരേ സമയം തന്നെ പലയിടങ്ങളിൽ മോഷണം നടത്തുന്നു. അതിനുശേഷം പിന്നീട് ഇവരെ കുറിച്ച് കുറെ നാളത്തേക്ക് യാതൊരുവിധ അറിവും ഉണ്ടാകില്ല. പിന്നീട് ഇവർ വരുന്നൊരു സാഹചര്യമുണ്ട്. മാരാരിക്കുളത്തെ ഇതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കേസിൽ അതിക്രൂരമായി ഒരു അധ്യാപികയും മകളുടെയും വീട്ടിൽ കയറി മോഷ്ടിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നത് അടക്കമുള്ള ഹിസ്റ്ററി ഉള്ള ആളുകളാണ് ഇവരെ ആക്രമിക്കുന്ന സ്വഭാവം ഉള്ള ആളുകളുമാണ് എന്നുള്ളതാണ്. പക്ഷേ ആലപ്പുഴയിൽ നടന്ന കേസുകളിലൊന്നും തന്നെ അത്തരത്തിലൊരു അക്രമ സ്വഭാവം ഉണ്ടായിട്ടില്ല എന്നുള്ള അതും പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും കുറുവാ സംഘ അംഗങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പോലീസ് പോകുന്നത്. പക്ഷേ ഈ സന്തോഷിലോ മണികണ്ഠനിലോ ഒതുങ്ങുന്നതല്ല, അതിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പലയിടങ്ങളിലായി സ്പ്രെഡ് ചെയ്താണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആലപ്പുഴ ഒപ്പം തന്നെ എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ ഒരു മോഷണം നടത്തുന്നുണ്ട്. അതിൽ ഈ സംഘങ്ങൾ ഈ 2 ജില്ലകളിലായി പലയിടങ്ങളിലായി വ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 25ഓളം ആളുകൾ ഇതിനകത്തുണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ ആലപ്പുഴയിൽ എത്തിയവർ തന്നെയാണോ കൊച്ചിയിലും എത്തിയത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഡാനി, നമുക്കൊരു കാര്യം കൂടി, ഇന്നലെ ഈ സന്തോഷയെയും സംഘത്തെയും രക്ഷപ്പെടുത്താൻ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പോലീസിനെ നേരിട്ടു എന്നതാണല്ലോ പോലീസിന്റെ ഭാഷ്യം. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ ഉണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച ഒരു വ്യക്തത പോലീസ് വരുത്താൻ നമുക്ക് എത്ര സമയം കാത്തിരിക്കണം?
സജിത്ത്, ഇത് കസ്റ്റഡിയിലുള്ളത് ഇവരുടെ ഈ സന്തോഷിന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് കസ്റ്റഡിയിലുള്ളത്. അത് സന്തോഷിനെ അടക്കം അവർ അറസ്റ്റ് ചെയ്യുന്നതിന്, പോലീസ് പിടികൂടുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി അയാളെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഇവരെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും പോലീസിന്റെ ആ ഒരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും എല്ലാം ചെയ്തതിന്റെ പേരിലാണ് പ്രാഥമികമായി ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കുറുവ സംഘം ഇവിടേക്ക് എത്തുന്നത് പലപ്പോഴും ഒരു കുടുംബം ഒന്നിച്ച് ഇങ്ങോട്ട് വരുന്ന രീതിയിലൊക്കെ തന്നെയാണ് പലരും. സ്ത്രീകളടക്കമുള്ള സംഘങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പലപ്പോഴും ഈ പോലീസിന് തന്നെ നേരത്തെ വിവരം ലഭിച്ചിട്ടുള്ള വീടിന്റെ പരിസരവും ചുറ്റുവട്ടവും എല്ലാം തന്നെ നിരീക്ഷിച്ച ശേഷമായിരിക്കും പലപ്പോഴും ഇവർ മോഷണത്തിനായിട്ട് ഇറങ്ങുക. അതിൽ ആദ്യഘട്ടത്തിലുള്ളൊരു നിരീക്ഷണം ഒരുപക്ഷെ സ്ത്രീകളടക്കമുള്ളവർ പല സഹായം ചോദിച്ചുകൊണ്ട് വീടുകളിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വസ്തുക്കൾ വിൽക്കാൻ വേണ്ടിയോ അല്ലെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുക എന്നതെല്ലാം തന്നെ അവരും ഈ സംഘത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ചിലരെങ്കിലും അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന വിവരമെല്ലാം പോലീസിന് ലഭിക്കുന്നുണ്ട്. അവർ തന്നെയാണ് പലപ്പോഴും ഇവർക്കൊപ്പം ഉണ്ടാകുന്നത്. പലരും ഈ കുടുംബമായിട്ട് ഭാര്യയായിട്ടെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നത്. പലരും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നതാണ്. ഇവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെ ചിലരെങ്കിലും ഈ സംഘത്തിലുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തവരുടെ കാര്യം അറിയില്ല. അത് പോലീസിന് വിശദമായ ഒരു ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ വേണം. എത്രത്തോളം ഇവർക്ക് ഈ കാര്യങ്ങളിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒപ്പം ഈ പറവൂരിലടക്കം നടന്ന മോഷണ ശ്രമങ്ങൾ അത് കൃത്യമായി കുറുവ സംഘത്തിൻ്റെതടക്കമുള്ള ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണോ, ആരായിരുന്നു ഇതിന് പിന്നിലെന്നത് അതിൽ ഔദ്യോഗിക ഒരു സ്ഥിരീകരണം വേണം. കാരണം പറവൂരിലെ മോഷണം ഇപ്പോൾ 3 ദിവസം അത് പിന്നിടുമ്പോൾ പോലും പോലീസിന് അത് സ്ഥിരീകരിക്കാനായിട്ട് അത് കുറുവ സംഘം തന്നെ എന്ന് പോലീസിന് സ്ഥിരീകരണത്തിലേക്ക് എത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പോലീസിന് മറ്റു ചില സംശയങ്ങളും ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏതായാലും ഈ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് പൂർത്തിയാകുകയും ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘവും അവരെ ഈ കൊച്ചിയിൽ രൂപീകരിച്ചിട്ടുള്ള അന്വേഷണ സംഘവും അവരെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഇവർക്ക് എത്രത്തോളം പങ്ക് ഇക്കാര്യങ്ങളിലുണ്ട്, ഇവരുടെ പങ്ക് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. കാരണം ഇവർക്കൊപ്പമുള്ള ആരും അങ്ങനെയെന്ന് നിഷ്കളങ്കരല്ല എന്ന് തന്നെ പോലീസ് പറയുകയും ചെയ്യുന്നു. കാര്യം ഇവർ ഒരു സ്ഥലം കണ്ടുപിടിക്കുക, അതിൽ കൃത്യമായി മാർക്ക് ചെയ്യുക, അതിൽ അവിടേക്ക് ചെല്ലാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒരുക്കി കൊടുക്കുന്നതിൽ ചിലർക്കെങ്കിലും സ്ത്രീകൾക്ക് ഇവരുടെ സംഘത്തിലുള്ളവർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവരെയും ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ അവരുടെ കാര്യത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുക. സജിത്ത്, എന്തായാലും നാടിനെ നടുക്കുകയാണ് മോഷ്ടാക്കളുടെ സംഘം. നാട്ടിലെങ്ങും വിലസുകയാണ് മോഷ്ടാക്കളുടെ സംഘം. കൊച്ചിയിലും ആലപ്പുഴയിലും ഉണ്ടായ ഈ ഭീഷണി അത് സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലേക്കും വരുമോ? പോലീസ് കൂടുതൽ ജാഗരൂകമാവേണ്ട സാഹചര്യമാണ്. എന്തായാലും പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ആക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ വരുന്നത് മോഷണത്തിനിടയിൽ അവർ നടത്തുന്ന നീക്കങ്ങൾ പലപ്പോഴും വലിയ അപകടങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും വഴിവെക്കുന്നു എന്ന വലിയ ആശങ്ക കൂടിയുണ്ട്. CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്ന ഈ സംഘാംഗത്തിന്റെ നീക്കം ജനങ്ങളിൽ പടർത്തുന്ന ആശങ്ക വളരെ വലുതാണ്. പോലീസ് കൂടുതൽ ജാഗരൂകമാകേണ്ടതുണ്ട് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു ഇടവേളയാണ്.